അപ്പോൾ നമ്മൾ ഈ ഡോഗ്സിനെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്ന കാര്യം. പ്രത്യേകിച്ച് ഇൻഡോർ ഇതുപോലെയുള്ള ലാർജ് ബ്രീഡ്സിനൊക്കെ വളർത്തുമ്പോഴത്തേക്കും ഇവരുടെ കാലിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത, ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം മോസസിനെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും എന്താ തോന്നുന്നത്, അവൻ കറക്റ്റ് വെയിറ്റ് ആണോ, അതായത് ഐഡിയൽ വെയിറ്റ് റേഞ്ചിലായിരിക്കുമോ അവനുള്ളത്, അല്ലെങ്കിൽ വെയിറ്റ് കുറവായിരിക്കുമോ അതേ കൂടുതലായിരിക്കുമോ? പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ സുന്ദരനൊക്കെ ആയിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വെയിറ്റ് റേഞ്ച് ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ മോസസ് അത്യാവശ്യം ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളാണ്. ഇവനൊരു 35 കിലോസ് ആണ് ഇവൻ്റെ കറക്റ്റ് ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്, ഇവൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ പുള്ളി ഇപ്പോൾ ഒരു 38 കിലോ ഉണ്ട് പുള്ളിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളിങ്ങനെ ഇവൻ്റെ ഈ ചെസ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റിബ്സ് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ റിബ്സ് ഫീൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് നിൽക്കുന്ന അവസ്ഥയല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നമുക്ക് റിബ്സ് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെയിറ്റിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാലിന്, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഒക്കെ കാര്യം പറയാം, അതായത് നമ്മുടെ 1 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിനൊക്കെ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു 4 കിലോയുടെ സ്ട്രെസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവർ ഓവർ വെയിറ്റ് ഓരോ kg ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഹിപ്പിനും അല്ലെങ്കിൽ ജോയിൻസിനും ഒക്കെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ടൈലൊക്കെ ഇട്ടോടത്ത് അങ്ങനെയല്ല നടക്കുന്നത് ഇവർ. അപ്പോൾ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ വെയിറ്റ് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയ സമയത്ത് മോസസിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലത്തെ ടൈലിട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രിപ്പുണ്ട് തേല്, പുള്ളി കിടന്ന് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് എഴുന്നേറ്റ് പോരാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇട്ടതാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പം ഈ വലിയ ഡോഗ്സിനെ ഇൻഡോർ വളർത്തുന്ന ആൾക്കാർ അവരെ ഓവർ വെയിറ്റ് ആക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓവർ വെയിറ്റ് ഉള്ള ഡോഗ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു, അതിനുള്ളൊരു സൊല്യൂഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.